ബദർ യുദ്ധം പോലെയുള്ള യുദ്ധങ്ങൾ നടന്നെത്തി. ഈ യുദ്ധത്തെ വിഷയം നോക്കുമ്പോൾ ഇസ്ലാം എന്താക്കില്ല, യുദ്ധത്തിന് വേനായിട്ട് സപ്പോർട്ടാക്കില്ല. യുദ്ധാക്കൂർ ചെന്നിട്ട് ഇസ്ലാം സപ്പോർട്ടാക്കില്ല. പിന്നെ ഈ യുദ്ധങ്ങൾ എങ്ങനെ നടന്നിട്ട് ചെന്നെങ്കിൽ ഇസ്ലാമിയുടെ യുദ്ധം അത് ധർമ്മത്തിടയിൽ നടക്കുന്ന യുദ്ധമല്ല. ആരെങ്കിലും പരാജയപ്പെടുത്തണോ അങ്ങനെ ഇല്ലാണ്ടാക്കണോ ആ രൂപത്തിൽ ഇസ്ലാം എന്താക്കില്ല, പ്രോത്സാഹിക്കില്ല. പിന്നെ ധർമ്മം അധർമ്മത്തിടയിൽ, അതായത് സത്യം അസത്യത്തിടയിൽ നടക്കുന്ന ഇങ്ങനത്തെ യുദ്ധമാണ്. അതായത് അസത്യമെതിരെ ചെന്നിട്ടു പ്രോത്സാഹിച്ചിട്ടുള്ള യുദ്ധമാണ്. അല്ലാണ്ട് ഇസ്ലാം യുദ്ധമേ നടക്കണോ, യുദ്ധത്തിലേ ഇവിടെ ഉണ്ടാവണോ ചെന്നിട്ട് ഇസ്ലാം പ്രോത്സാഹിക്കില്ല. അതുകൊണ്ടാണ് ഇസ്ലാമിൽ യുദ്ധം നടക്കുമ്പോൾ ഒരു സ്ത്രീകളെയും കൊല്ലുകുത്തീറ, ഒരു നിരപരാധികളെയും ഉപദ്രാക്കുകുത്തീറ എന്നുള്ള കൽപ്പന വെച്ചിട്ടാണ് യുദ്ധം നടന്നത്. നിങ്ങൾ നോക്കൂ, യുദ്ധം ഹുദൈബിയ സന്ധി നടക്കുന്ന സമയത്ത്, ആ ഹുദൈബിയ ഒപ്പന്തത്തെ സമയത്ത് മുസ്ലിമീങ്ങൾക്ക് എതിരായിട്ടുള്ള ചില വിഷയങ്ങളെല്ലാം ഇന്ന് ഒപ്പന്തം വന്നെങ്കിൽ ഒപ്പന്താക്കടെ, അതായത് യുദ്ധം അങ്ങനെയുള്ള ഒപ്പന്തം വെക്കടെ. അപ്പൊ ഇതിൽ മുസ്ലിമുകൾ എതിരായിട്ടുള്ള ചില കരാറുകളെല്ലാം ഇന്ന്. എന്നാൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹുദൈബിയ സന്ധിയിൽ സൈനിറ്റർ കൊടുത്തിരുന്നെങ്കിൽ ചെന്നെങ്കിൽ അതിൽ ഒരു പോയിന്റ്സ് ഇന്ന് എന്തിനാണെങ്കിൽ ഇനി മുന്നൽ പണ്ട് 10 വർഷം യുദ്ധം നടക്കുക തീരാച്ചുള്ള ഒരു പോയിന്റ്സ് അതിൽ ഇന്നത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈനിട്ട് കൊടുത്തത്. അപ്പൊ മനസ്സിലായിട്ട് ഇസ്ലാം എന്താക്കില്ല, യുദ്ധത്തികേ പേനായിട്ട് പ്രോത്സാഹിക്കില്ല. അല്ലാണ്ട് ഏതെങ്കിലും മതത്തെ ആൾമാരെ ഇല്ലാണ്ടാക്കുക ആ രൂപത്തിലും ഇല്ല. കാരണം മുസ്ലിങ്ങളുടെ ഇടയിൽ സമയത്ത് യുദ്ധം നടന്നത്. അപ്പൊ ഞാൻ ചെന്നിരുന്നെങ്കിൽ ഇവിടെ സത്യം അസത്യം നേരെ കളവേത് ചെന്നിട്ടുള്ള യുദ്ധമാണ് നടന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്തെ ശേഷം സകാത്ത് തല്ലാൻ ചെന്ന സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താക്കിയിട്ട് അത് ടീം മുസ്ലിമിൽ ഉള്ളതേ ടീമായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താക്കിയത്, യുദ്ധാക്കിയത്. കാരണം എന്തേ, അവിടെ സത്യം അസത്യം ഇസ്ലാമിക്ക് വിരുദ്ധമായിട്ടുള്ള ചില വിഷയം വന്നപ്പോൾ മുസ്ലിമീങ്ങളുടെ ഇടയിലെ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധാക്കിയത്. ഇങ്ങനെയാണ് ഇസ്ലാമിലുള്ള യുദ്ധം നടക്കുന്നത്. അത് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തത്, ഉദിന ലില്ലദീന യുഖാതിലൂന ബിഅന്നഹും ദുലിമൂ വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. അതായത് യുദ്ധത്തിലുള്ള പ്രോത്സാഹനം കൊടുത്തിട്ടു എന്തിനു വേനായിട്ട്, അത് ഫസ്റ്റ് ആയത്താണ്. അതിക്ക് മുന്നൽ ജമ്മ ആയത്തിൽ ഇറങ്ങിയിട്ട് യുദ്ധം നടത്തുക തീരാൻ. ഈ ഒരു ആയത്തിൽ യുദ്ധം നിങ്ങൾ ഇപ്പാക്കുറവും ചെന്നിട്ടുള്ള കൽപ്പന കൊടുത്തിട്ട് അത് ആ സാഹചര്യത്തിന് അനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് ഇസ്ലാം യുദ്ധത്തിന് വേനായിട്ട് മാത്രം ഉണ്ടാക്കിയ മതമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം പഠിക്കുകയല്ലേ. ഫഇലാ ഹദ്റത്തി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الله سبحانه وتعالى ഞങ്ങൾ ഫാത്തിഹ സൂറത്തും ചെന്ന വിഷയം അല്ലാഹു